ക്ഷേമ പെൻഷൻ ആർ ശങ്കറിൻ്റെ കാലഘട്ടം മുതലുള്ള പെൻഷനാണ് കേരളത്തിലുള്ളത്. ഇത് എല്ലാ ഗവൺമെൻറ്റുകളും മാറി മാറി കൊടുക്കുന്നതാണ് ക്ഷേമ പെൻഷനുകൾ. പക്ഷേ യഥാസമയം അവർക്ക് കൊടുക്കാതെ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇത് വിതരണം ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങളുടെ മനസ്സിലുള്ള ചിന്ത ഇവർക്കെന്തോ ഔദാര്യം കൊടുക്കുകയാണ്, ഗവൺമെൻറ് ഔദാര്യം കൊടുക്കുകയാണ്, ഞങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് തരുന്ന പൈസയായിട്ട് ഔദാര്യം കൊടുക്കുകയാണ്. അത് ഇലക്ഷൻ തൊട്ട് മുമ്പേ കൊടുക്കുന്ന രീതിയെയാണ് ഞാൻ എതിർത്തത്. അന്ന് തന്നെക്കെതിരെ കോലം കത്തിക്കൽ പ്രസ്താവനകൾ. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ എം മണിയുടെ വായിൽ നിന്നല്ല അത് വന്നു. ഇത് മണി ഒറ്റയ്ക്ക് പറഞ്ഞതല്ല. നിങ്ങൾക്കൊക്കെ കേരളത്തിൽ ബന്ധങ്ങളുള്ളതാണ്. കേരളത്തിലെ ഓരോ വീടുകളിലും അവർ കയറി വോട്ട് ചോദിക്കുമ്പോൾ പറഞ്ഞത് ഇതാണ്, LDFനെ തോൽപ്പിച്ചാൽ ഈ പെൻഷൻ നിന്നുപോകും, അതുകൊണ്ട് നിങ്ങളെല്ലാം പെൻഷൻ വാങ്ങിക്കുന്നത് ഇതുകൊണ്ടാണ്. ഏത് നമ്മുടെ ഏതെങ്കിലും സർക്കാരിൻ്റെ പൊതുഖജനാവിൽ നിന്നെടുക്കുന്ന പണം സത്യത്തിൽ സ്വന്തം കയ്യിൽ നിന്നെടുക്കുന്ന പണം പോലെയാണ് അവർ പ്രചരിപ്പിച്ചത്. അതേ പ്രതിഫലനമല്ലായിരുന്നോ എം മണിയുടെ ഇന്നത്തെ പ്രതികരണം? അത് അദ്ദേഹം പറഞ്ഞു, മറ്റെല്ലാവരും മനസ്സിൽ വെച്ചു വന്നു. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഈ ചോദ്യം എന്നോട് ചോദിച്ചല്ലോ, ഞാൻ നിലമ്പൂർ പ്രസംഗിച്ചതിനെ. അതേ പ്രതികരണമല്ല അവരുദ്ദേശിക്കുന്നത്. ഇത് തന്നെയാണെന്നുള്ള തെളിവല്ലേ അത്? CPM ഉദ്ദേശിക്കുന്നത്, CPM നേതാക്കന്മാരെല്ലാം ഉദ്ദേശിക്കുന്നത് എല്ലാവരുടെയും മനോഗതി പെൻഷൻ നിങ്ങൾക്ക് തരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ വോട്ട് തരാൻ ബാധ്യസ്ഥരല്ലേ? അതല്ലേ മണിയുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്നല്ല, അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. ഇതാണ് നിങ്ങളുടെ ധാരണ. മണിയുടെ സ്റ്റേറ്റ്മെൻറ്റ്, എം മണിയുടെ സ്റ്റേറ്റ്മെൻറ്റ് അത് തന്നെയാണ്. പറഞ്ഞ ഭാഷയാണെങ്കിൽ ആ ഭാഷ ഇപ്പോൾ ഞാനിവിടെ വിവരിക്കുന്നില്ല. എന്താ ഭാഷ പറഞ്ഞത് നിങ്ങളെല്ലാം കേട്ടതാണ്. എങ്ങനെയാണ് സത്യത്തിൽ ജനങ്ങളെ അപമാനിക്കുകയായിരുന്നില്ലേ? കേരളത്തിലെ ജനങ്ങൾ ഇതുപോലെ അപമാനിച്ചൊരു കാലം ഉണ്ടായിട്ടുണ്ടോ? എന്ത് മോശമായിട്ടാണ്? സർക്കാരിൻ്റെ ഔദാര്യമാണോ? സർക്കാരിൻ്റെ അവരെന്തോ ഔദാര്യം പോലെ ഇവരെല്ലാം പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് സർക്കാർ ഖജനാവിൽ നിന്ന് കൊടുക്കേണ്ട പണം ഇവരെല്ലാം അവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന പോലെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ആ രീതി എന്തൊരു അപമാനകരമായ പ്രസ്താവന! കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ അപമാനിച്ചല്ലേ? മുഖ്യമന്ത്രിയാണ് ഇതിന് സമാധാനം പറയേണ്ടത്. അപ്പോൾ ഇവരുദ്ദേശിക്കുന്നത് പെൻഷൻ എന്ന് പറഞ്ഞാൽ ആ പെൻഷൻ കൊടുത്താൽ വോട്ട് കിട്ടിക്കൊള്ളണം, ഇല്ലെങ്കിൽ നിങ്ങൾ നന്ദികേട കാണിക്കുന്നതാണ് പറയുന്നത്. ഇതിനപ്പുറം ഞാനെന്ത് പറയാനാ? എനിക്ക് അസത്തിൽ മണി പറഞ്ഞതിനേക്കാൾ എനിക്കേറെ പ്രയാസം തോന്നിയത് CPM ജനറൽ സെക്രട്ടറി അത് പറഞ്ഞപ്പോഴാണ്, സംസ്ഥാന സെക്രട്ടറി പറഞ്ഞപ്പോഴാണ്. പാർട്ടിക്ക് മനസ്സിനകത്ത് ഇക്കാര്യത്തിൽ അഭിപ്രായം ഇല്ല എങ്കിൽ അപ്പോൾ പറയണ്ടേ, അത് പാർട്ടിയുടെ അഭിപ്രായമല്ല എന്നെങ്കിലും പറയണ്ടേ അദ്ദേഹം. അത് പറഞ്ഞത് മോശമായി പോയി, അങ്ങനെ ഒരു ഭാഷ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് എന്ന് പറയുന്ന വിവരം അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ പിടിച്ച് രക്ഷപ്പെടാൻ നോക്കുക ചെയ്തത്. പറഞ്ഞ ആളെ ശൈലിയിൽ പിടിച്ച് രക്ഷപ്പെടുത്താൻ നോക്കുക ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്, വ്യത്യസ്ത ശൈലിയിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. CPM സെക്രട്ടറി ചെയ്തത് കൃത്യമായിട്ടും അതിനെ ഓതൻറ്റിക്കേറ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞത് ഇതാണ്, മുഖ്യമന്ത്രിയുടെയും CPM സെക്രട്ടറിയുടെയും എല്ലാവരുടെയും മനസ്സിലിരിപ്പ് ഇത് തന്നെയായിരുന്നു. ഞങ്ങൾ പെൻഷൻ തന്നിട്ടുണ്ട്, തെരഞ്ഞെടുപ്പിന് മുമ്പ് തരുന്നുണ്ട്, അപ്പോൾ വോട്ട് ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. വോട്ട് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങളെ അപമാനിക്കും, നിങ്ങളെ വളരെ നേച്ഛമായ ഭാഷയിൽ നിങ്ങളെ അപമാനിക്കും. ഇതാണ് ഇന്നലെ ഉണ്ടായ സംഭവം. ആ സംഭവം ഉണ്ടായിട്ടും ഇത് ഒരു ദിവസം ഇന്നലെ മുഴുവൻ നമ്മൾ കേട്ടതാണ്. രാവിലെ ഉണ്ടായ സ്റ്റേറ്റ്മെൻറ്റാണിത്. ഒരു CPM നേതാവും പ്രതികരിച്ചില്ല. അപ്പോൾ വളരെ കൃത്യമാണത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.